അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ്. വീട് വെക്കാൻ പറ്റിയ സ്ഥലം 1,00,000 ബഡ്ജറ്റിലുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കലുണ്ട്. ടൗണിന്റെ ഒക്കെ അടുത്ത്, റോഡ് സൗകര്യമുള്ള ബസ് റൂട്ടിന്റെ അടുത്ത്, അതേമാതിരി പള്ളി മദ്രസ സൗകര്യങ്ങൾ നിറയെ വീടുകളുള്ള പരിസരത്ത് 1,00,000 ഉള്ളിൽ അല്ലെങ്കിൽ 1,00,000 സ്ഥലം കിട്ടാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലമാണെന്ന് കാണിച്ചു തരുന്നത്. ഇതിൽ നമുക്ക് 8.25 സെന്റ് 9 സെന്റിന്റെ അടുത്ത് സ്ഥലം ഉണ്ട്. ഇനിയിപ്പോൾ എത്രയാണെങ്കിലും നമ്മൾ അളന്ന് കാണുന്ന സെന്റ് ഒന്നിനാണ് 1,00,000 രൂപ ഫൈനൽ റേറ്റ് ആണ്. ചെറിയ രീതിയിലൊക്കെ ഇനിയിപ്പോൾ പെട്ടെന്നുള്ള ഇടപാടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു മാറ്റം വന്നാലേ ഉള്ളൂ. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് വെറും ദൂരം വരുന്നത് 100 മീറ്റർ ആണ്. നിറയെ വീടുകളുള്ള പരിസരമാണ്. 100 മീറ്ററിൽ നമുക്ക് പള്ളി മദ്രസ സൗകര്യം ഉണ്ട്. അതേപോലെ തന്നെ ബസ് റൂട്ട് 100 മീറ്ററിലുണ്ട്. ഈ സ്ഥലം വരുന്നത് നമ്മളെ പാലക്കാട് ജില്ലയിൽ വാണിയംകുളം, നമ്മളെ വാണിയംകുളം ചന്ത, അതേമാതിരി പി കെ ദാസ് ഹോസ്പിറ്റൽ, അതിൻ്റെയൊക്കെ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറിയിട്ട് നമ്മളെ ചെർപ്പളശ്ശേരിക്ക് പോണ റോഡാണ്, കൈലിയാടൊക്കെ പോണ റോഡ്. ഇവിടേക്ക് നമുക്ക് സ്റ്റോപ്പിന് പേര് പറയാം നമ്മളെ പനയൂര് കഴിഞ്ഞിട്ട് കോട്ട എന്നാണ് ഇവിടെ സ്റ്റോപ്പിന് പേര് പറയാം. വാണിയംകുളത്തേക്ക് 3 കിലോമീറ്റർ, കൈലിയാട്ടേക്ക് 3 കിലോമീറ്റർ. അപ്പോൾ രണ്ടിന്റെ നടുവിലായിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി വരുന്നത്. ഏകദേശം വെള്ള സൗകര്യമുള്ള ഏരിയ ആണ്. അതേപോലെ തന്നെ തൊട്ട് നിറയെ വീടുകളുണ്ട്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ബസ് റൂട്ടിന്റെ അടുത്താണ്, ടൗണിന്റെ അടുത്താണ്, എല്ലാ സൗകര്യമുള്ള ഏരിയ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ ഒറ്റപ്പാലം, അതേപോലെ ഗുരുവായൂർ ഹൈവേ എന്ന് വരുന്നത് വാണിയംകുളം ചന്ത, പി കെ ദാസ്, അതിൻ്റെയൊക്കെ അവിടെ നിന്ന് വരുന്ന റോഡാണ്. കൈലിയാട് ചെർപ്പളശ്ശേരി പോണ റോഡാണ്. അപ്പോൾ വാണിയംകുളം ടൗണിൽ നിന്ന് നമുക്ക് 3 കിലോമീറ്റർ ആണ് ഇവിടേക്ക് ദൂരം. അപ്പോൾ ഈ ബസ് റൂട്ടിൽ നിന്ന് 100 മീറ്റർ പോയിട്ടാണ് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി കാണാനുള്ളത്. ഇതാണ് ബസ് റൂട്ട്. ഇവിടേക്ക് നമുക്ക് കോട്ട സ്റ്റോപ്പ് എന്നാണ് പേര് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചു തന്ന ബസ് റൂട്ടിൽ നിന്ന് വരുന്ന ഒരു റോഡാണിത്. ഇതിന്റെ നേരെ അപ്പുറത്ത് കൂടി ഈ റോഡ് നേരെ റൗണ്ട് അടിച്ചിട്ട് നമുക്ക് വീണ്ടും മെയിൻ റോഡിലേക്കാണ് പോണത്. അപ്പോൾ ആ സൈഡിന് ഒരു 100 മീറ്ററും ഈ സൈഡിന് ഒരു 150 മീറ്ററാണുള്ളത്. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള പള്ളി മദ്രസയാണ് ഇപ്പോൾ ഇത്. ഇവിടുന്ന് 4ാമത്തെ സ്ഥലമാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത്. വെറും ഒരു 70 മീറ്ററോ അല്ലെങ്കിൽ കൂടിപ്പോയൊരു 100 മീറ്ററാണ് നമുക്ക് ഈ പള്ളിയുടെ അവിടെ നിന്ന് ഉണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം, 2 സൈഡിലും നിറയെ വീടുകളാണ്. ഇപ്പോൾ പുതിയ പുതിയ വീടുകളാണ്. ഇപ്പോൾ വീടുകൾ വെച്ച് താമസം മാറിയവരാണ്. 3-4 വർഷം മാത്രം പഴക്കമുള്ള വീടുകളാണ് അടുത്തടുത്ത്. ഇപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു 10-20ഓളം വീടുകൾ ഇതിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തും ഉണ്ട്. പിന്നെ നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് 2 സൈഡ് കൂടെ വരാനുള്ള സൗകര്യം ഉണ്ട്. ഈ സൈഡ് കൂടെ വരികയാണെങ്കിൽ നമുക്കൊരു 100 മീറ്ററാണ് ബസ് റൂട്ടിക്ക് ദൂരം. ഇവിടെ നമുക്ക് 14 അടി ഈ പ്ലോട്ടിന്റെ ഉള്ളിലേക്ക് വീതിയുണ്ട് സ്ഥലം വഴി. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ഒരു 18 അടി 20 അടിയൊക്കെ നമുക്ക് ചില ഭാഗങ്ങളിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ 100 മീറ്റർ മാത്രമാണ് ബസ് റൂട്ടിക്ക് ദൂരം. അപ്പോൾ സ്ഥലത്തിന്റെ ഒരു സൈഡിൽ അതിരിൽ നമുക്ക് ഈ കാണുന്ന കമ്പിവേലി ഉണ്ട്. ബാക്ക് സൈഡിൽ നമുക്ക് മതിലും വരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ഫ്രണ്ടേജും ഈ വീട് കാണുന്നതിന്റെ സൈഡിലൊരു അതിരിലും മാത്രമാണ് കോമ്പൗണ്ട് ചെയ്യാറ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ ഈ പോസ്റ്റിന്റെ ദൂരക്കാണ് നമുക്ക് ഫ്രണ്ടേജ് വരുന്നത്. ഏകദേശം ഒരു 10-15 മീറ്ററിലധികം നമുക്ക് ഫ്രണ്ടേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ഥലത്തിന്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 100% നിരന്ന സ്ഥലമാണ്. ഇനി വീട് വെക്കേണ്ട ഒരു പാർട്ടിക്ക് ഇതിൽ യാതൊരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നേരെ തറപ്പണി തുടങ്ങാം. മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ റോഡ് ശരിയാക്കേണ്ട ആവശ്യം ഒന്നുമില്ല. ഇപ്പോൾ വീടിന് വേണ്ടി സ്ഥലം വാങ്ങിക്കുന്ന പാർട്ടിയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഏറ്റവും ബാക്ക് സൈഡിലെ അതിൽ നമുക്ക് ഈ കാണുന്ന മതിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, നല്ല പച്ചപ്പുള്ള ഭാഗമാണ് കേട്ടോ. യഥേഷ്ടം വെള്ള സൗകര്യമുള്ള ഭാഗമാണ്. ടൗണിന്റെ അടുത്താണ്. ബസ് റൂട്ട് 100 മീറ്ററിലുണ്ട്. പള്ളി മദ്രസ സ്കൂള് എന്ന് വേണ്ട അമ്പലങ്ങൾ, എല്ലാവിധ സൗകര്യങ്ങളും നമുക്കൊരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഇതിന്റെ ഓണർ ഗൾഫിലാണുള്ളത്. അപ്പോൾ ആളെ വാട്സപ്പ് നമ്പറാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ സാധാ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആളെ കിട്ടില്ല. അപ്പോൾ നമ്പർ സേവ് ചെയ്തിട്ട് നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താലാണ് ആളെ കിട്ടുള്ളൂ. ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കൂടി പറയാണ്, നമ്മളിപ്പോൾ കണ്ട പ്രോപ്പർട്ടി 8.25-9 സെന്റിന്റെ അടുത്ത് സ്ഥലമുണ്ട്. അത് അളന്ന് കാണുന്ന എത്രയാണോ അതിനാണ് നമ്മളെ കച്ചവടം. അപ്പോൾ റേറ്റും കാര്യങ്ങളും പറഞ്ഞിരുന്നു. 1,00,000 രൂപ ഫൈനൽ റേറ്റ് ആണ്. ഇനിയിപ്പോൾ സ്പോട്ടിൽ പെട്ടെന്നുള്ള ഇടപാടാണെന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ വാണിയംകുളത്തിന്റെയും നമ്മൾ അവിടുന്ന് ചെർപ്പളശ്ശേരിക്ക് പോകുന്ന റോഡാണ്. വാണിയംകുളത്തിന്റെയും കൈലിയാടിന്റെയും സെൻട്രലായിട്ടാണ്. 2 സ്ഥലത്തും നമുക്ക് 3 കിലോമീറ്റർ ആണ് ദൂരം. പള്ളി മദ്രസ സൗകര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ വീടുകളുള്ള പരിസരം ഇതൊക്കെ നമ്മൾ ഈ പ്ലോട്ടിലുള്ള വീടുകളാണ്. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ കയറി വരുമ്പോൾ ഈ 2 പ്ലോട്ട് മാത്രമേ, ഈ ഒരു പ്ലോട്ടും അതിന്റെ തൊട്ടപ്പുറത്തുള്ള പ്ലോട്ട് മാത്രമേ ഇതിൽ കാലിയായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.